ലൂസിഫർ പാപം ചെയ്തതിന് ശേഷവും ആദം പാപം ചെയ്തതിന് മുമ്പും ഉള്ള ഭൂമി, ആ ഭൂമിയുടേതായിരിക്കുന്ന അവസ്ഥകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ഇവിടെ പറയപ്പെടുന്നു ആയിരിക്കുന്ന കാലം നിമ്രോദിന്റെ കാലമാണ്. ആദം പാപം ചെയ്തതിനു ശേഷം നോഹയുടെ കാലത്ത് വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിച്ചു. വെള്ളം കൊണ്ട് നശിപ്പിച്ചതായിരിക്കുന്ന ഭൂമിക്ക് ശേഷമായിട്ട് നോഹയുടെ മാർഗ സന്തതി വർദ്ധിക്കുവാനായിട്ടിടയായിത്തീർന്നപ്പോൾ അവരെടുത്തുമാർക്കുന്ന ഒരു തീരുമാനമായിരുന്നു നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്കൊരു ഗോപുരം പണിയാം, നാം ഭൂതലത്തിൽ എങ്ങും ചിതറിപ്പോകാതിരിക്കേണ്ടതിന്, ആകാശത്തോളം എത്തുന്ന എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു മഴ പെയ്താൽ നമ്മൾ ആരും നശിക്കാതെ വണ്ണം എന്തെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരത്തക്കവണ്ണം ഉള്ളതായിരിക്കുന്ന ഒരു മാനുഷികമായിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു അവർ ആഗ്രഹിച്ചത്. അതിനനുസരണമായിട്ട് ഒരു ഗോപുരം പണിയുവാൻ ഇടയായി തീർന്നപ്പോൾ സ്വർഗസ്ഥനായിരിക്കും ദൈവം കണ്ടു ആ ഗോപുരം പണിയുവാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളത് ദൈവം മനസ്സിലാക്കി. ദൈവം ചെയ്തതായിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്കും ചിഹ്നിച്ചു. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് അവർ ചിഹ്നിച്ചു പോകുവാൻ ഇടയായി തീർന്നുവെന്ന് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ മറന്നു കളയരുത് ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യം. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. നിങ്ങൾക്കറിയാം, ദൈവത്തിന്റെ സൃഷ്ടിയിലേക്ക് ആ വെള്ളം കൊണ്ട് മൂടപ്പെട്ടതായിരിക്കുന്ന ഭൂമിയില് ദൈവം ആദ്യം ചെയ്തതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചിട്ട് പിന്നീട് ദൈവം പറയുന്നത് വെള്ളവും തമ്മിൽ വേർപിരിയട്ടെ, ഒരു വിധാനമുണ്ടാകട്ടെ. ആ വിധാനത്തിനാണ് ദൈവം ആകാശമെന്ന് പേരിട്ടത്.